BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ വലിയ ആവേശമായിരുന്നു അല്ലേ? വലിയ നേട്ടം BJP കൊയ്തു എന്നുള്ളതാണ്. കണക്കുകളൊക്കെ പുറത്തു വന്നപ്പോഴാണ് BJP തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത് BJP പ്രതീക്ഷിച്ച എത്രയോ, മോഹിച്ച എത്രയോ, കണക്കുകൂട്ടി എത്രയോ വോട്ടുകൾ നേടിയിട്ടില്ല. അത് 14.71% അത് ചുരുങ്ങി. കഴിഞ്ഞ തവണത്തെ, അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിന് 15% ആവർത്തിക്കാൻ പറ്റിയില്ലെന്നും മാത്രവുമല്ല 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഏകദേശം 4-5% കുറവുമുണ്ടായി. സംഭവം പടവലങ്ങ പോലെ താഴോട്ടാണോ എന്നുള്ളതാണ് ചോദ്യം. അതിനെന്തായാലും വിശദീകരണം ഇന്നുണ്ടാവും. പുതിയ നേതൃത്വം വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് ഗംഭീരമാക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ വിളിച്ച് PS രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. PS രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് കോഴിക്കോട് BJPയുടെ നിർണായകമായ നേതൃയോഗമുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കിനാക്കളൊന്നും പക്ഷേ ഇത്തവണ ഫലിച്ചില്ല. ചിറകൊടിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്ത്. എങ്ങനെയാണ് നേതൃയോഗം ഈ പരാജയത്തെ വിലയിരുത്താൻ പോകുന്നത്? വലിയ തിരിച്ചടിയാണ് ഒരർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ആളും അർത്ഥവും ഒക്കെ മാറിയിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ കോർപ്പറേഷൻ പിടിച്ചു എന്നുള്ളതാണ് ആശ്വാസം. അപ്പോൾ കോർപ്പറേഷനിൽ നേടിയ വിജയം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ഇടങ്ങളിലെ പരാജയത്തെ മറികടക്കാനായിരിക്കുമോ നേതൃയോഗത്തിന്റെ, സംസ്ഥാന നേതൃത്വത്തിന്റെയൊക്കെ ഇന്നത്തെ സ്ട്രാറ്റജി? ഡോക്ടർ, തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ച് നെഗറ്റീവുമുണ്ട്, പോസിറ്റീവുമുണ്ട്. അപ്പോൾ സാധ്യതകൾ എന്തെല്ലാം എന്ന് പരിശോധിക്കും, അതുപോലെ വീഴ്ചകൾ വന്നത് എവിടെയെല്ലാം എന്നും പരിശോധിക്കും എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ച് അവരുടെ സാധ്യത തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കഴക്കൂട്ടം, നേമം, വട്ടിയൂർക്കാവ് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ അവർക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ പറ്റും. ലോക്സഭയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആധിപത്യം അത് തുടരാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം BJPക്കുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തിന് പുറത്തുണ്ടായിട്ടുള്ള വലിയ വീഴ്ച, അത് നഗരപ്രദേശങ്ങൾക്ക് പുറത്ത് ഗ്രാമീണ മേഖലകളിൽ BJPയുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞു. കോർപ്പറേഷനുകളിലൊക്കെ 23% വോട്ടിംഗ് വന്നെങ്കിലും ഗ്രാമീണ മേഖലകളിൽ അത് 13%-ലേക്കൊക്കെ കുറഞ്ഞു എന്നുള്ളതാണ് BJPയുടെ ഒന്നാമത്തെ വീഴ്ചയായി അവർ കണക്കാക്കുന്നത്. രണ്ട്, കഴിഞ്ഞ തവണ അവർ ജയിച്ചു കയറിയ 500ഓളം മണ്ഡലങ്ങളിൽ അവർ പരാജയപ്പെട്ടു. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അത്തരം മണ്ഡലങ്ങളിലൊക്കെ CPM-ഉം കോൺഗ്രസും ഒരു ധാരണയുണ്ടാക്കി BJPയെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ്. മൂന്ന്, അവരുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് 2000-ഓളം സ്ഥാനാർത്ഥികളെ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന്റെ ഭാഗമായി മത്സരിപ്പിച്ചിരുന്നു. അത്തരം സ്ഥാനാർത്ഥികൾക്കൊന്നും കൂടുതൽ വിജയം കൊയ്യാൻ സാധിച്ചില്ല എന്നുള്ള വിമർശനം പാർട്ടിക്കകത്ത് തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള ആൾക്കാർ പരസ്യമായി തന്നെ അത് പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ തൃശ്ശൂർ ഉൾപ്പെടെ, പന്തളത്ത് ഉൾപ്പെടെ, പാലക്കാട് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ അതെങ്ങനെ നേരിടാം, അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഒരുങ്ങാം എന്നുള്ളതാണ് BJP ഇവിടെ കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് കണ്ണൂരിലാണ് സംസ്ഥാന നേതൃയോഗം. വി മുരളീധരനും അതുപോലെ തന്നെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലവിലെ സ്ട്രാറ്റജിയിൽ വലിയ അതൃപ്തിയുണ്ട്. ആ അതൃപ്തി മറികടന്ന്, അല്ലെങ്കിൽ ആ അതൃപ്തി പരസ്യമാക്കാൻ ഈ യോഗത്തിൽ അവർ സാധ്യതയുണ്ട്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ഏതായാലും തിരുവനന്തപുരം കിട്ടിയത് വലിയ നേട്ടമായി അവർ കണക്കാക്കുന്നു. ഗ്രാമീണ മേഖലയിൽ തിരിച്ചടിയുണ്ടായി. കഴിഞ്ഞ തവണ 2020 15% വോട്ടിംഗ് പെർസെന്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് NDAയുടെ വോട്ടിംഗ് പെർസെന്റേജാണ്. BJPയുടെ വോട്ടിംഗ് പെർസെന്റ് എപ്പോഴും 14.3 എന്നുള്ളതാണ് BJP കണക്കാക്കുന്നത്. BJPയുടെ മാത്രം വോട്ടിംഗ് പെർസെന്റേജ് എടുത്താൽ ഇത്തവണ അതിൽ കൂടുതൽ നേരിയ തോതിലെങ്കിലും വർദ്ധിച്ചു എന്നുള്ളതാണ് BJP ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ഓക്കെ, താങ്ക് യു. PS രഞ്ജിത്താണ് നമുക്കൊപ്പം കൂടിയത്. അപ്പോൾ കോർപ്പറേഷനിൽ ഒഴികെ മിന്നുന്ന പ്രകടനം ആവർത്തിക്കാൻ BJPക്ക് സാധിച്ചില്ല എന്നുള്ളത് BJP കേന്ദ്രങ്ങളിൽ ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നിയമസഭയിൽ കാര്യമായ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുമോ? നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങ് മഞ്ചേശ്വരം അടക്കം ഇങ്ങ് പോരുമെന്ന് കരുതുന്നു. പക്ഷേ കാത്തിരുന്ന് കാണാം എന്താകുമെന്നുള്ളത്.